വി ഡി സതീശൻ മറുപടി പറയേണ്ട ചില ചോദ്യങ്ങളുണ്ട്. മുണ്ടക്കൈ ചൂരൽമലയിൽ 403 മനുഷ്യരാണ് മരിച്ചത്. മുഖ്യമന്ത്രിയുടെ നിധിയിൽ പണം അയക്കരുത് എന്ന് UDF. പകരം കോൺഗ്രസ് പണപ്പിരിവുമായി ഇറങ്ങി. 137, 138 ചലഞ്ച്. എന്താണ് ഈ 137, 138 ചലഞ്ചുകൾ? കോൺഗ്രസ് ജന്മം കൊണ്ട് ഇത്രയും വർഷങ്ങളായി എന്ന അർത്ഥത്തിൽ കോൺഗ്രസിന്റെ പ്രായം സൂചിപ്പിക്കാനാണ് ഈ ചലഞ്ചുകളൊക്കെ. വൈകാരികത വിറ്റ് 100 കോടിയിലേറെ രൂപ പിരിച്ചു. ഓരോ പിരിവിന് ശേഷവും ആപ്പുകൾ നശിപ്പിച്ചു. എത്ര പണം? ആപ്പിന്റെ അവസ്ഥ എന്താണ്? പിരിച്ച പണം എന്തു ചെയ്തു? കണക്ക് പറയണ്ടേ കോൺഗ്രസ്? നിങ്ങളെ ജയിപ്പിച്ചാൽ ഖജനാവിന്റെ അവസ്ഥ എന്താകും? വി ഡി സതീശന്റെ അക്കൌണ്ടിലാണ് പണം. അതിൽ ഞങ്ങൾ കളക്ട് ചെയ്ത പണം എന്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൌണ്ടിലാണ് കിടക്കണം. സതീശൻ വിദേശങ്ങളിൽ പോയി പണപ്പിരിവ് നടത്തുന്നതും പിരിച്ച തുക വെട്ടിക്കുന്നതും ഇതാദ്യമല്ല. പറവൂരിലെ പുനർജനിയിൽ സതീശൻ കോടികളാണ് പിരിച്ചത്. പിരിച്ച തുകയ്ക്കോ നിർമ്മിച്ച വീടുകൾക്കോ ഇതുവരെ തെളിവുകളൊന്നുമില്ല. വിദേശത്ത് പോയി പണം പിരിച്ചതിൽ നിയമലംഘനം കണ്ടെത്തിയ വിജിലൻസ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. 138 ചലഞ്ച് പോലെ പ്രളയബാധിതർക്ക് 500 പൌണ്ട്. സതീശൻ വിദേശത്ത് പോയത് 81 തവണ. പിരിച്ച ഒറ്റ പൈസ ദുരിതബാധിതരിൽ എത്തിയിട്ടില്ല. സ്വാഭാവികം. ധാർമ്മികത ഇത്തിരിയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പിരിച്ച തുകയുടെ കണക്കെങ്കിലും പറയണം സതീശൻ. പറയില്ലെന്നറിയാം, എങ്കിലും ഉടായ്പകൾ പലത് കാണുമ്പോൾ പറഞ്ഞു പോവുകയാണ്. 100-ലേറെ കോടി രൂപയാണ് സതീശൻ അടിച്ചു മാറ്റിയത്.